എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം പ്രേതാനുഭവങ്ങളാണ്. അതിൻ്റെ ബാക്കി ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ലൈഫിലുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ ഒരാളെ കണ്ട് പേടിച്ചൊന്നും ഓടിയിട്ട്. എനിക്ക് പേടി എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം റൂമിലായിരിക്കും, ലൈറ്റ് ഓഫ് ചെയ്ത് സ്വന്തം റൂമിൽ പക്ഷെ എൻ്റെ റൂമിൽ എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. അതുപോലെ എൻ്റെ വീട്ടിലും എനിക്ക് വലിയതായിട്ട് അങ്ങനെ പേടി തോന്നിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് എനിക്കൊരു സംഭവം ഉണ്ടായത്. അത് ഞാൻ ചാച്ചനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വേറെ ഞാൻ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലത്. ചാച്ചൻ ഒരു ദിവസം ആ കാര്യം ചാച്ചനെ അറിയും. ക്രിക്കറ്റ് കളിക്കാനായിട്ട് നൈറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയ സമയത്ത് അതെനിക്ക് തോന്നുന്നു ഒരു 1 മണി ആ ടൈം ആയെന്ന് തോന്നുന്നു. ടർഫിൽ പോയത്. അപ്പം കല്യാണം കഴിഞ്ഞ് പോയ ടൈമിൽ അപ്പം എനിക്ക് ആ വീട് പരിചയമായി വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ ലേറ്റ് ആവുന്ന എന്തെന്ന് നോക്കിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്ക് തന്നെ ഉറങ്ങാൻ പേടി. ഫസ്റ്റ് വീട് ഒറ്റയ്ക്കല്ലേ, വേറെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്. അങ്ങനെയൊക്കെ പിന്നെ വെയിറ്റ് ചെയ്യണം, വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കിടന്നു. ഞാൻ വെറുതെ ഒന്ന് ഉറങ്ങിയില്ല, ഞാൻ പക്ഷെ വെറുതെ കിടന്നപ്പം ഈ അടുത്ത് നിന്ന് ആരോ ഇങ്ങനെ ഒരു സൗണ്ട് എന്നെ വിളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു സൗണ്ട്. ആ സൗണ്ട് അങ്ങനെ ഒരു സൗണ്ട്. ആ സൗണ്ട് കേട്ട് ഞാൻ കട്ടിലിൻ്റെ പുറത്തൊന്നും ഇറങ്ങിയില്ല. എന്നിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡിൽ പോയി ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഞാൻ നന്നായിട്ട് പേടിച്ചു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു. എന്നിട്ട് ഫോൺ എടുത്ത് ഞാൻ ചാച്ചനെ വിളിച്ചപ്പം എനിക്ക് തിരിച്ച് മെസ്സേജ് വരുന്നു. ഇങ്ങനെ മെസ്സേജ് വന്നത് നമ്മളിപ്പോൾ കോൾ ചെയ്യുമ്പം ഐ വിൽ ബി കോൾ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, സാധാരണ ഞാൻ വിളിച്ചാൽ എടുക്കാതിരിക്കൂല, എടുക്കും. അപ്പം ഇതെങ്ങനെ മെസ്സേജ് അയക്കുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ അങ്ങനെയൊന്നും വെച്ച്. ഇപ്പം വന്നിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ചാച്ചൻ വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അകത്ത് കയറിയിട്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ആ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫോൺ വിളിച്ചത്. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ചാച്ചനെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നല്ല പേടിയായി. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് കേൾക്കാൻ തുടങ്ങി. അമ്മയുണ്ട്, പപ്പയുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി ഡോർ ഓപ്പൺ ചെയ്ത് വിളിക്കാൻ എനിക്കൊരു പേടി. കാരണം വെച്ചാൽ ഇരുട്ട്. വെളിച്ചം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇറങ്ങി പോകുമായിരുന്നു. പക്ഷേ ഇരുട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ സൗണ്ട് കൂടെ കേട്ടപ്പോൾ പുതിയൊരു സ്ഥലം. എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ലൈറ്റ് ടോർച്ച് ഓൺ ചെയ്യാം, എന്നാലും എനിക്ക് പേടി. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കട്ടിലിൻ്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പേടിച്ചില്ല. ചാച്ചൻ വന്നപ്പോൾ ഞാൻ ഇരുന്ന സിറ്റുവേഷൻ ഞാൻ വന്നപ്പോൾ കണ്ട സീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന് റൂമിൽ നോക്കിയപ്പോൾ ഒരു വെട്ടം, ഒരു ഫ്ലാഷ് ലൈറ്റ്, ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവളാണെങ്കിൽ ബെഡിൻ്റെ ഏറ്റവും മൂലയിൽ പോയി ഇങ്ങനെ പേടിച്ചിങ്ങനെ ചുരുണ്ടുകൂടി അനങ്ങാതെ ഇങ്ങനെ വല്ലാത്തൊരു ശബ്ദം പോലും ഇല്ലാത്തൊരു അവസ്ഥയിൽ ക്ലിയറായിട്ട് കേട്ട്. അങ്ങനെ ഒരു നല്ലൊരു ഏജ്ഡ് ആയിട്ട് ഇല്ല, ഒരു ബോയ് ഓന്നൊരു അങ്ങനത്തെ ഒരു സൗണ്ട്. അപ്പോൾ അത് കറക്റ്റ് 3 പ്രാവശ്യം കേട്ടോണ്ട് ഞാൻ പേടിച്ചു. ഞാൻ അവിടെ നിന്ന് പക്ഷെ കൊണ്ട് അമ്മ എന്ന് വിളിച്ച് കേൾക്കാൻ പറ്റില്ല. ഈ റൂമിൽ നിന്ന് ആ റൂമിൽ വിളിച്ചാൽ കേൾക്കാൻ പറ്റില്ല. അത് കുറച്ച് അപ്പുറത്തല്ലേ റൂം, അത് കേൾക്കാൻ പറ്റില്ല. അമ്മ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അമ്മയും ഒക്കെ ഉറങ്ങിയിട്ടില്ല. കാരണം ചാച്ചൻ വരാതെ അവർ ഉറങ്ങിയില്ല രാത്രി. അപ്പം എനിക്കൊരു കാര്യം ചെയ്യുന്നു, ഫോൺ എടുത്ത് അവരെ വിളിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഒരു സൗണ്ട്, ഇരുട്ട്, ഈ 2 കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ കുറേ ചാച്ചൻ വരണത് വരെ. അപ്പം ഞാൻ നോക്കിയപ്പം ജനലുണ്ട്, അപ്സ്റ്റെയറിലാണ് റൂം. അപ്പം ജനലിൽ കൂടെ നോക്കിയപ്പം ബൈക്ക് വരുന്നു. പക്ഷെ ലൈറ്റേ ഉള്ളൂ, ജനൽ ക്ലോസ്ഡ് ആണ്. ലൈറ്റ്, ഒരു ബൈക്കിൻ്റെ ലൈറ്റ്, സൗണ്ട്. അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കി ഇപ്പോഴാണ് വന്നത്. വീണ്ടും പേടി. ഞാൻ വിചാരിക്കുന്നത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി റൂമിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ശേഷം നോക്കി ഞാൻ പേടിച്ചിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ കോൾ ചെയ്തത് ഞാൻ എടുത്തില്ല, ഞാൻ കണ്ടില്ല,
ഞാൻ തിരിച്ച് മെസ്സേജ് അങ്ങനെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മേടിച്ചു. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോള് വരുന്നു. അപ്പം ഫോൺ ഇങ്ങനെ പോക്കറ്റിൽ കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അനങ്ങി അത് തനിയെ കോൾ ഓണായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം അപ്പോൾ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കോൾ എൻ്റെ ഫോണിൽ നിന്ന് പോയി ഒരു മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതെനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു മെസ്സേജ് ചിലപ്പം കട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് അങ്ങനെ ആയിരിക്കാം. അത് ഞാൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി കൺവിൻസ്ഡ് ആയില്ല. കാരണം സൗണ്ട് ഞാനിങ്ങനെ എൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ പിന്നെ ഞാൻ വീടൊക്കെ അടുത്തിരിക്കുന്നതായോണ്ട് അപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ എന്തെങ്കിലും സൗണ്ട് ആയിട്ടാണ് ഞങ്ങളുടെ റൂമിൽ കേൾക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലാക്കി ഓക്കെ അപ്പുറത്തെ എന്തെങ്കിലും സൗണ്ട് ആയിട്ടായിരിക്കും. പിന്നെ ഞാൻ അറിയില്ല ഇത്ര എൻ്റെ ചെവിയുടെ അടുത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എന്താ, അങ്ങനെ ഒരു തോട്ട് എപ്പോഴും എനിക്ക്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും ആ സൗണ്ട് എന്താന്ന്. മേ ബി കാറ്റായിരിക്കാം, ഡോർ. അത് അതൊന്നുമല്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മളവിടെ താഴെ ഒരുപാട് പിള്ളേരുള്ള വീടാണ് അപ്പുറത്തെ വീടൊക്കെ. അപ്പം ഞങ്ങളുടെ വീടാണ് ഏറ്റവും ലാസ്റ്റത്തെ ആ റോഡിൻ്റെ എൻഡാണ്. അപ്പം ആ റോഡിൻ്റെ എൻഡിൽ നിന്ന് അവിടെ 3-4 വീടുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത് ഇതിന് ചുറ്റും. അപ്പം അവിടെ ഈ പയ്യന്മാരും പിള്ളേരും ഒക്കെ വന്നിട്ട് രാത്രി അവരവിടെ പുറത്ത് അവിടെയൊക്കെയാണ് ബൈക്കൊക്കെ ഒതുക്കി വയ്ക്കാറ്. അവരുടെ പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ അവിടെ ആയതുകൊണ്ട് മിക്ക ദിവസവും ഇവർ എല്ലാവരും കൂടെ അവിടെ ഫോണും കളിച്ചുകൊണ്ട് അവിടെ ആർക്കും ഒരു ശല്യമൊന്നും ഇല്ലാതെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അവർ എപ്പോഴും നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിൻഡോയുടെ നമ്മൾ നിന്ന് നോക്കി അവരുടെ വീടിൻ്റെ ഫ്രണ്ടും അവരവിടെ നിൽക്കുന്നതാണ്. പക്ഷെ അന്നത്തെ ദിവസം അവിടെ ആരും ഇല്ലായിരുന്നു. കാരണം ചാച്ചൻ പോണതിന് മുന്നേ ചാച്ചൻ പോണ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. അവരൊക്കെ അകത്ത് കയറി. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പേടി ഇപ്പോഴും എനിക്ക്. വീട്ടിൽ കയറുമ്പോഴെന്നല്ല ആ ഒരു മൈൻഡ് എപ്പോഴും വരും. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് എനിക്ക് തോന്നുന്നു. നൈറ്റ് ആകുമ്പം വാഷ്റൂം ഹാളിലാണ്. അപ്പം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രസൻസ് പെട്ടെന്ന് അതെൻ്റെ മൈൻഡിൻ്റെ പ്രശ്നമായിരിക്കാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേർക്കും എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. കാരണം ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കുന്ന അതെനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചാച്ചൻ പറഞ്ഞ കുറേ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഒരു വോയിസ്? അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആ റൂമിൽ മനസ്സിൽ തോന്നിയൊരു സൗണ്ട് അല്ലല്ലോ അത്. ഒന്നാമത്തെ കാര്യം വീടെല്ലാം അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട്. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്ന പോലെ. അതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായം മുതലേ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് ഈ പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രേതത്തെ പോലെ അല്ലെങ്കിൽ പ്രേതം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ പേടിപ്പിക്കാനും. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് വീട്ടുകാരൊന്ന് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, പിള്ളേരെ പേടിപ്പിക്കരുത് അങ്ങനെയൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ എന്താ പറയുക, എൻ്റെ ഒരു ഹോബി പോലെ ആയിപ്പോയി. ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കല്യാണത്തിന് മുന്നേ നമ്മൾ ഫോൺ വിളിക്കുമ്പം ഇങ്ങനെ ഫാന് കറങ്ങുന്ന നോക്ക്. പിന്നെ എനിക്ക് പേടിയുള്ള വേറൊരു കാര്യം വെച്ചാൽ നൈറ്റ് ബൈക്കിൽ പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ പിറകിലാരോ ഇരിക്കുന്ന പോലെ നമ്മൾ കൂടുതലും നൈറ്റാണ്. ചിലപ്പോഴേ ഒട്ടുമിക്ക സമയത്തും നമ്മൾ പുറത്ത് പോകും. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് വാവ വന്നതിന് ശേഷം അധികം നമ്മൾ നൈറ്റ് പുറത്ത് പോകുന്നത്. അപ്പോൾ ഈ നൈറ്റ് പുറത്ത് പോകുന്ന സമയം 7 മണി ഈ ടൈമൊക്കെ ആയിരിക്കും കൂടുതലും പോകുന്നത്. പോകുമ്പോൾ കുഴപ്പമില്ല, പോയിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് റൂട്ട് പോകുമ്പോൾ നമ്മൾ കലാഭവനിൽ ആ ഏരിയക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ പിറകിൽ വേറെ വണ്ടികളില്ലെങ്കിൽ എനിക്ക് പേടിയാണ്. വണ്ടി ഉണ്ടെങ്കിൽ കുഴപ്പം, വണ്ടി ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കോൺഷ്യസ് ആണ്. തിങ്ക് ചെയ്യുന്ന വെച്ചാൽ ആരും വന്ന് പിറകിലിങ്ങനെ അങ്ങനെ. അത് എൻ്റെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയാം. അല്ലാതെ അങ്ങനെ ഒരാളെ കണ്ട് അങ്ങനെയൊന്നും ഇതുവരെ പേടിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യമാണ് ഓർമ്മ വന്നത്.
സംഭവം വേറെ ഒന്നുമില്ല. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെയൊക്കെ അടുത്തുള്ള പറമ്പൊക്കെ ഇല്ലേ, വിള. അപ്പം അതിൻ്റെ അങ്ങനെയുള്ള സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പം എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി നിൽക്കുമ്പോഴും അങ്ങനെയാണ്. എനിക്ക് അതിൻ്റെ അടുത്ത് ആ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള പിള്ളേരുമായിട്ടൊക്കെ ഒരു നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ട് ഇതുപോലെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു എന്താ പറയുക, ഒരു അത്രയ്ക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് കളിക്കാൻ കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്, വളരെ ചെറിയൊരു സ്ഥലം, ലെവൽഡ് ആയിട്ടുള്ളൊരു സ്ഥലം അവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു വലിയൊരു കോമ്പൗണ്ട് ആയിരിക്കും, വലിയൊരു വിളയായിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ പ്ലേസ് ആയിരിക്കും. അതിൻ്റെ ഒരു 70% കാടായിരിക്കും. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഞങ്ങൾ ഓഫ് സൈഡും സ്ട്രെയിറ്റും മാത്രമേ കളിക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം അതാണ് ഇച്ചിരി റോഡും ആൾക്കാർ പോകാൻ വരെയും ചെയ്യുന്ന സ്ഥലം. സൈഡ് ലെഗ് സൈഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് കാടാണ്. ബോൾ ആ സൈഡിലോട്ട് അടിച്ചിടാറുണ്ട്. എങ്കിൽ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള വിളകളൊക്കെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ അടിച്ചിടാറുണ്ടായിരുന്നു, ബോൾ പോകാറുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ ആ വീടിൻ്റെ മതിൽ ചാടി ബോൾ എടുക്കും, അങ്ങനെയുള്ള പതിവുകളൊക്കെ ഉണ്ടായിരുന്നു. ചില വീട്ടിലൊന്നും ആൾതാമസം കാണില്ല, ആ ഒരു ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ആൾ കാണില്ലായിരിക്കാം. കാട് പിടിച്ച് കിടക്കുന്ന വേറെ കോമ്പൗണ്ടിലൊക്കെ ബോൾ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് പണ്ട് മുതലേ അത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ഇങ്ങനെ കാടും മലയൊക്കെ കയറി അപ്പം ബോൾ തപ്പിയെടുക്കണം, ബോൾ കണ്ടുപിടിച്ചു. അപ്പം അതിനെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതുപോലുള്ള പരിചയമില്ലാത്ത കോമ്പൗണ്ടിൽ ചാടും. അപ്പം അതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ പോകണ ഒരു സ്ഥലമായിരിക്കും. ആ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് വൈകുന്നേരമൊക്കെ ആവില്ലേ, ഒരു 5-6 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ അറിയാൻ പറ്റും, വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു ഇത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ രാത്രി തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഡിസ്റ്റർബൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ശരിക്കും എനിക്ക് ഉറക്കം കിട്ടില്ല. ഉറക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഉറക്കത്തിൽ പേടിച്ചെണീക്കും. പെട്ടെന്ന് നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഇവിടെ ഇരിക്കുന്ന കൈ എന്ന് പറയുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ മാറിപ്പോവും. കൈ മാത്രമായിരിക്കില്ല, കാല്. അതാണ് കുറച്ചും കൂടെ എന്താ പറയുക, കൂടുതൽ പേടിയായിരിക്കും നമുക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അത് നമ്മൾ കാല് ഇങ്ങനെ അനക്കും പോലെ അല്ല, പെട്ടെന്ന് എടുത്തങ്ങ് എറിയും പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയ്ക്കും ഫോഴ്സ് അവിടെ കൊടുക്കണം. അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് പലപ്പോഴും ഒരുപാട് തവണ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ അറിവിലുള്ള പലർക്കും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒന്നല്ല, പല ഇത് പിന്നീടാണ് അറിയുന്നത് ആ സ്ഥലത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങളിങ്ങനെ മിക്ക ദിവസവും രാവിലെ ഇപ്പം ബൈക്ക് റൈഡ് എന്ന ട്രിപ്പെന്ന് പറഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലം എനിക്കറിയില്ലായിരുന്നു. നമ്മളെ കൂട്ടത്തിലുള്ളൊരു പയ്യനാണ് പറഞ്ഞത്, നമുക്ക് ഇവിടെ ഞങ്ങൾ ആദ്യം ബ്രൈമൂർ പോകാൻ നോക്കി. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ആണ് ഇപ്പം പറഞ്ഞത്, എടാ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം, അവനറിയാമെന്നുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഒരു മല കയറി പോകണം, ബൈക്ക് കയറും. അപ്പോൾ ഓക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ ഇവൻ്റെ വാക്കും കേട്ട് ഞങ്ങൾ പോയി. അപ്പം ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ച് പോയപ്പോൾ എനിക്ക് വഴി അറിയില്ല. അപ്പോൾ ഇവനാണ് പുറകെ ഇരുന്ന് വഴി പറഞ്ഞു തന്നത്, ബാക്കി ആൾക്കാർ പുറകെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു തേരി, ചെറിയൊരു ഇടവഴി, പേരറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അടയാളം അറിയാം. ആ തേരി ഞങ്ങൾ ഒരു തേരിയാണ്, അതൊരു കുന്നാണ്. തേരി നല്ല കയറി പോകുമ്പോൾ ഒരു ഇടതുവശത്തെന്ന് പറയുമ്പം ഫുള്ള് ഈ ചെറിയ കൊക്ക പോലെയാണ്, ഒരു കോറി പോലെയാണ്.
അത് ഞാനത് നോക്കിയപ്പം അങ്ങ് താഴെ എന്തോ കുറച്ച് വെള്ളം കിടക്കും പോലെ എനിക്ക് തോന്നി. വണ്ടിയിലായതുകൊണ്ട് അധികം അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. ടെമ്പിളുണ്ട്, അറിയാമോ സ്ഥലം? ഈ സ്ഥലവും ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള വേറെ സ്റ്റോറി പപ്പയ്ക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലത്ത് പോകുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്ക് ആ സ്ഥലം, ഇത് കാടും, ഒരു നല്ല കാടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അങ്ങനെ അധികം വീടൊന്നും ഇല്ല. ഈ പറയുന്ന കോറി ഉണ്ടല്ലോ, ഈ കോറിയോട് ചേർന്ന് ഒരു സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു സൈഡിൽ ഒരു വീട്. ഈ വീട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കാട് പിടിച്ച് നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. കാറ്റത്ത് ഇങ്ങനെ നല്ല രീതിയിൽ അത് കാണാൻ തന്നെ ഒരു രസമാണ്. പക്ഷെ അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ പോയി കുറച്ചേരം ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതുപോലെ 3-4 ആൾക്കാരിങ്ങനെ 1-2 പേര് വീതം ഇങ്ങനെ ആ ഒരു ടെമ്പിളിൽ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തെ ആ ഒരു സ്ട്രൈക്ക് ചെയ്ത പിക്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു കോറിയും ആ ഒരു വീടും ആണ്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റർബൻസസ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ നിന്ന് പേടിച്ച് ഞെട്ടി എണീക്കുന്നു. ഞെട്ടി കൈയും കാലും ഏതൊക്കെയോ ആംഗിളിലോട്ട്, പൊസിഷനിലോ ഡയറക്ഷനിലോട്ട് അനങ്ങുന്നു. ഇങ്ങനെ എടുത്തിടും പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെയൊക്കെ 1-2 തവണയല്ല. ഞാൻ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഞാനിങ്ങനെ മയങ്ങി വരുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഉറക്കം പോകും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നേരം എണീറ്റൊക്കെ ഇരിക്കുകയും ഈ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് ഹാളിൽ ലൈറ്റൊക്കെ ഇട്ട് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സംഭവം, കാരണം ഈ രാത്രിത്തെ ഒരു ഇൻസിഡൻറ്റും, കാരണം അതെനിക്ക് മുമ്പുള്ള ഒരു കാര്യമായതുകൊണ്ട് എനിക്കൊരു സംശയം. ഞാൻ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നമ്മളിന്നലെ പോയ ആ ഒരു സ്ഥലം അത് നിനക്കറിയാമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും സ്റ്റോറീസ് നിൻ്റെ അറിവിലുണ്ടോ? അത് ഞാൻ ഇവരുടെ 2 പേരുടെ അടുത്തും ചോദിച്ചു. അപ്പം എന്തോ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതൊരു നോർമൽ, എനിക്ക് അങ്ങനെ ഒരു ഇല്ലായിരുന്നു കുറേ നാൾ. ഇത് അവിടെ പോയതിന് ശേഷം ആണ് എനിക്കിങ്ങനെ ഒരു ഇത് ഉണ്ടായത്. വേറെ ഒന്നുമില്ല, ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി. ഞാൻ അവനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എടാ എനിക്ക് പണ്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇൻസിഡൻസ് ഞാൻ പറഞ്ഞിട്ടിപ്പോൾ അവിടെ ഇങ്ങനെ പല കോമ്പൗണ്ടുകളിലും പല പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഇതുപോലെ ഒരു നെഗറ്റീവ് വൈബ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എപ്പോഴും പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ലാസ്റ്റ് അവൻ പറഞ്ഞു, എടാ അവിടെ ഇതുപോലെ പണ്ടെന്നോ ആ കോറിയിൽ, അതായത് അവിടെ ഒരു സ്ത്രീ, ഒരു പെണ്ണിനെ ഇതുപോലെ ദുർമരണപ്പെട്ട് കുറേ ദിവസം എന്തോ ആ കോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലമാണെന്ന് അറിയില്ല. പപ്പയ്ക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അതും എന്ത് ചെയ്യണം, ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകണം, വെയിറ്റിംഗ് അങ്ങോട്ടോ നടന്നു പോകണം. അപ്പോഴത്തേക്കും ഇതും ഒരു പാറയാണ്. ആ പേര് എനിക്കൊരു പേരുണ്ട്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് സാധാരണ ആ വഴി ആരും നടക്കില്ല. പക്ഷെ പപ്പ അന്ന് നടന്നു പോവാം എന്ന് പറഞ്ഞിട്ട് നടന്നു ബസ് ഇറങ്ങി. ഫ്രണ്ടിൽ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പെട്ടെന്ന് നടന്നു പോയി. അപ്പോൾ ഇച്ചിരി നടന്നു വന്നപ്പം ഒരു ലേഡി, ആ ഒരു പപ്പയുടെ ഒന്നും ഏജുണ്ടോ അങ്ങനെ, ആ ഒരു സ്ത്രീ അപ്പോൾ ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കാരണം പപ്പയുടെ സ്ഥലമാണ്, അപ്പോൾ പപ്പയ്ക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. വന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു കൂടെ വന്ന് പകുതിയായി ഫ്രണ്ടിൽ പപ്പ നടക്കുന്നു, ഇവിടെ കൂടെ ഉണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പകുതിയായപ്പോൾ പുള്ളിക്കാരിയെ കാണാനില്ല. അപ്പോഴാണ് ഓർത്തത് ഈ വഴി കൂടെ ആരും പോവില്ല, മറ്റുള്ള ആൾക്കാരെല്ലാം വണ്ടിയിൽ പോയി. അപ്പൊ നടക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു മനസ്സിലായി.
പപ്പ അവിടെ പെട്ടെന്ന് ഓടി. സംഭവം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കാരണം തിരിഞ്ഞു നോക്കി അവർ തിരിച്ചു പോവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ദൂരം. തിരിച്ചു പോവുകയാണെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ വെച്ചാൽ പപ്പ വെറുതെ പറയാണ് കള്ളത്തരമാണെന്നൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. പക്ഷെ ഞങ്ങളിത് ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ തിരക്കിയപ്പോൾ അവിടെ വീട്ടിലും പപ്പയുടെ ആൾക്കാരത്തൊക്കെ തിരക്കിയപ്പോൾ ഇത് സത്യമാണ്. കാരണം ആ ഏരിയ പറഞ്ഞ പോലെ ഇങ്ങനെ അതും ഈ പാറയാണ്, കുന്നാണ്, അപ്പം ആ സ്ഥലം രണ്ട് ഞാൻ പറഞ്ഞ ചാച്ചൻ പറഞ്ഞ സ്ഥലവും രണ്ടും ഒന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ പപ്പ ഇത് കോമഡി ആയിട്ടാണ് എപ്പോഴും പറയുന്നത് ഇങ്ങനെ കൂടെ വന്നു. പെട്ടെന്ന് ആളെ കാണാനില്ല. അപ്പൊ പപ്പ കയ്യിൽ നിന്ന് പോയി പേടിച്ച്. അങ്ങനെ പപ്പ പെട്ടെന്നാണ് നോടി നേരെ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ആ വഴിയായിട്ട് നടന്നു വരില്ല, പിന്നെ നീന്തി നടന്നു വന്ന അറിയാന്നുള്ള ആളായിട്ടും അതുവഴി നടന്നു വന്നതല്ലേ. അങ്ങനെയൊക്കെ പപ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, നമുക്ക് ചിലപ്പോ അതൊക്കെ സത്യമായിരിക്കും. ഇപ്പം വേറെ ആരെങ്കിലാണ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ഇല്ല, വളർന്നപ്പോഴും പപ്പ പറഞ്ഞില്ല ഞാൻ കണ്ടതാണ് സത്യമാണെന്നാണ്. ഓക്കെ, വിശ്വസിക്കാം. ചിലപ്പോ അത് റിയൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരിക്കില്ല, ചിലപ്പോ തോന്നലായിരിക്കാം. അപ്പം ഞാനും അതാണ് പറയുന്നത്. ഇതിപ്പം റിയലായിട്ട് അങ്ങനെ ഒരു സംഭവം ആണ് അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയ തോന്നലുകൾ, അത് തോന്നലുകളായിട്ട് വേണമെങ്കിലും കാണാം. പക്ഷേ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ ആൾക്കാർക്ക് അത് റിയൽ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ ആ സൗണ്ട് കേട്ട് പേടിച്ച പോലെ ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. എപ്പോഴും എല്ലാവരും പറയുന്നത് സൗണ്ട്, ഡോറിന്റെ സൗണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു, എനിക്കൊന്ന് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും എന്തുണ്ടായിട്ടുണ്ട് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം ഈ പറയും പോലെ ഈ എന്താ പറയുക, ഈ സ്റ്റോറി ടെല്ലറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് അവരുടെ എക്സ്പീരിയൻസസ് ആണ്, അത് അവർക്ക് റിയലാണ്. പക്ഷേ അവരവരുടെ അനുഭവങ്ങൾ അവരവരുടെ എന്താ പറയുക ഇന്ദ്രിയങ്ങളെ അവിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമുക്കത് എന്ത് ചെയ്യാം, ഒന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാന്നില്ല, അത് കുറച്ചൊന്ന് നമുക്ക് അതുപോലെ ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പറയാം. നോക്കാം. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ആക്ച്വലി ഈ പ്രേതാനുഭവങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക് ഈ ഒരു രണ്ടാമത്തെ വീഡിയോയോടുകൂടി പാർട്ട് 2 അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പറയാൻ ഇനിയും ഒരുപാട് ഉണ്ട്. പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്നിപ്പോൾ പറയാൻ സാധിച്ചില്ല. സോ വിൽ ബി ബാക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.